നമസ്കാരം. ധനുസ് PEC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT ടെക്സ്റ്റ് സാമൂഹ്യശാസ്ത്രം 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ പാഠഭാഗത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചും പോർച്ചുഗീസുകാരെക്കുറിച്ചും വിദേശാനന്തരത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. പോർച്ചുഗീസുകാരുടെ വരവും അവരുടെ പോക്കും യൂറോപ്യൻ ശക്തികളുടെ വരവും പോക്കുമൊക്കെ നന്നായി പറയുന്നു. അതിനെക്കുറിച്ച് പഠിച്ചു നോക്കാം. ഇവിടെ മെയിൻ പോയിന്റ് തുടങ്ങുന്നത് പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഏഷ്യയുമായിട്ടും യൂറോപ്യർക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ളൊരു സമുദ്രപാത കണ്ടെത്തുവാൻ കാരണമായി. അതായത് യൂറോപ്യർക്ക് എപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമായി, ഏഷ്യ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ അവസാനത്ത് എന്താണ്? ആ ബന്ധങ്ങൾ എപ്പോഴെങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ളൊരു സമുദ്രപാത കണ്ടെത്താൻ അവരെ സഹായിച്ചു. യൂറോപ്യന്മാർ എന്ത് ചെയ്തു? കിഴക്കോട്ടൊരു സമുദ്രപാത കണ്ടെത്തി. ഇനി എന്തൊക്കെ ഘടകങ്ങളാണ് സമുദ്രപാത കണ്ടെത്താൻ അവരെ സഹായിച്ചെന്നാണ് നോക്കേണ്ടത്. എന്തൊക്കെ ഘടകങ്ങളാണെന്ന് നോക്കാം. ഒന്നാമത്തത്, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. 2, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ചയാണ് അവരുടെ. അടുത്തത്, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് അവർക്കുണ്ടായിരുന്നു. ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഉണ്ടായിരുന്നു. അടുത്തത്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതിയാണ്. പിന്നീട് വരുന്നത്, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവാണ്. അടുത്തത്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യതയാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും മറ്റൊരു കാരണമാണ്. സമുദ്രപാത കണ്ടെത്താൻ മറ്റൊരു കാരണമാണ്. ഇനി പോർച്ചുഗീസുകാരായിരുന്നു ആദ്യമായി കടൽ മാർഗം. ഒരു മെയിൻ ക്വസ്റ്റ്യനാണ്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയത് എന്ന് പറയുന്ന ആദ്യത്തെ പോർച്ചുഗീസുകാർ. നമുക്ക് വാസ്കോഡഗാമയെ അറിയാം. ആദ്യ യൂറോപ്യൻകാർ പോർച്ചുഗീസുകാരാണ്. അതിൽ വാസ്കോഡഗാമയാണ് ഏറ്റവും ആദ്യം വന്നതെന്നുള്ളത് എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. അടുത്ത, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിനും ഏഷ്യ ഭൂഖണ്ഡത്തിനും യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗമുള്ള വ്യാപാരം. യൂറോപ്പ് ഏഷ്യയും തമ്മിൽ കരമാർഗമുള്ള വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. പിന്നീട് ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാർ നിർബന്ധിതരാകുകയും ചെയ്തു. അടുത്ത പോയിന്റ്, വാസ്കോഡഗാമ പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. ഏറ്റവും ആദ്യം വന്നവർ പോർച്ചുഗീസുകാർ തന്നെയാണ്. അപ്പോൾ 1498 കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാടെന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്നിട്ട് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് വാസ്കോഡഗാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാടെന്ന സ്ഥലത്ത് വാസ്കോഡഗാമ ആദ്യമായി എത്തിച്ചേരുന്നത്. അദ്ദേഹം തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികമാണ് എന്ത് കൊണ്ടുവന്നത്? ചരക്കുകൾ. ഇത്രയും മൂല്യമുള്ള ചരക്കുകളാണ് അദ്ദേഹം വാസ്കോഡഗാമ ഇന്ത്യയിൽ നിന്നും അദ്ദേഹം കൊണ്ടുപോയത്. അടുത്തത്, കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത്
സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെ സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാറാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അതും ഒരു ക്വസ്റ്റ്യനാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട ചാലിയം കോട്ട പിടിച്ചെടുത്തതാരാണ്? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അങ്ങനെ അത് ആധിപത്യത്തോടെ അവസാനിക്കുകയും ചെയ്തു. അടുത്തതാണ് പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട്, ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് എന്ത് സ്വാധീനമാണ് ഒരു തന്ത്രം നോക്കാം. അതായത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയ വിഭവങ്ങളും പോർച്ചുഗീസർ ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കശുമാവ് എന്നുള്ള വാക്കൊക്കെ എല്ലാം എന്തവിടുന്നാണ് പോർച്ചുഗീസുകാർ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കശുമാവും പപ്പായയും പേരയ്ക്കയും പൈനാപ്പിളും ഒക്കെ പോർച്ചുഗീസുകാരുടെ ഭാഷയാണ്. അടുത്തത് എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇവരെന്തൊക്കെ ചെയ്തു? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രദർശിപ്പിച്ചു. ചവിട്ട് നാടകം ഇത് രണ്ടും പോർച്ചുഗീസുകാരുടെ കളികളാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതെല്ലാം പോർച്ചുഗീസുകാർ വന്നുകൊണ്ടുള്ള നേട്ടങ്ങളാണ്. അടുത്തതാണ് ഡച്ചുകാർ എപ്പോഴാണ് വന്നതെന്ന് നോക്കാം. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ. പോർച്ചുഗീസുകാരെ തുടർന്നിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻ നെതർലാൻഡ്സുകാരാണ് ഡച്ചുകാരെന്ന് പറയുക അല്ലേ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവരായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ നാഗപട്ടണം, ബറോച്ച്, അതുപോലെ അഹമ്മദാബാദ്, ചിൻസുര. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവരായിരുന്നു എന്ത്? ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അടുത്തത് എന്താണ്? കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. കുളച്ചൽ യുദ്ധത്തിന് പ്രത്യേകത അതും കൂടിയുണ്ട് അല്ലേ. ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്, ഈ പറയുന്ന യുദ്ധങ്ങളെല്ലാം. അപ്പോൾ കുളച്ചൽ യുദ്ധം എന്നാണ്? 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ചാണ് തിരുവിതാംകൂർക്കാർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂറിൻ്റെ കുളച്ചൽ യുദ്ധം എന്താ? 1741 കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണെന്ത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണെന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ സംഭാവനയാണെന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻട്രിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് സഹായിച്ചത്.
ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണെന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെയാണ് അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ്. 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻട്രിക് വാൻ ടീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ രചനയ്ക്ക് അദ്ദേഹം സഹായിച്ചത്, ഹോർത്തൂസ് മലബാറിക്കസ് എഴുതാൻ അദ്ദേഹത്തെ സഹായിച്ചത് ആരൊക്കെയാണ്? ഇ.ടി. അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും ചൈനയിൽ പങ്കാളികളായിരുന്നു. അദ്ദേഹത്തിൻ്റെത് ഇ.ടി. അച്യുതൻ എന്ന് പറയുന്ന മലയാളി വൈദ്യനാണ് അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നത്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും എന്താണ് ഈ രചനയിൽ പങ്കാളികളായിരുന്നു. അപ്പം അങ്ങനെ മലയാള അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണിത്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലെ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ മണിലാലാണ്. അപ്പോൾ അതിനകത്തുള്ള 2 പേരുകൾ, ഒന്ന് ഹെൻട്രിക് വാൻ ടീഡാണ്, പിന്നെയുള്ള പേരുകൾ ഇ.ടി. അച്യുതനും അപ്പുഭട്ടും രംഗഭട്ടും വിനായക ഭട്ടും. അടുത്ത പോയിന്റിൽ എന്തായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, മലയാളം പരിഭാഷകളൊക്കെ വിവർത്തനം ചെയ്ത ആരാണ്? ഡോക്ടർ K.S. മണിലാലാണ്. ഓരോ പോയിന്റും വിലയേറിയതാണ്. അടുത്തത് ഇ.ടി. അച്യുതൻ ആരാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടൽക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ എന്ന് പറഞ്ഞു അല്ലേ. ഫ്രഞ്ചുകാർ, ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും അല്ലെ. ബ്രിട്ടീഷുകാരുടെ മറ്റൊരു പേരാണ് ഇംഗ്ലീഷുകാരെന്ന്. ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അതായത് കർണാട്ടിക് യുദ്ധങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരും ദക്ഷിണേന്ത്യ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിരുന്ന യുദ്ധമായിരുന്നു എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ. ഇതിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം ഉണ്ടായിരുന്നത്. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം എപ്പോഴും പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായി ചുരുങ്ങി. പുതുച്ചേരി എന്നും യാനം, കാരയ്ക്കൽ, മാഹി എന്നും മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്താണെന്ന് തുറന്നു നോക്കാം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശും തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്.